മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 80ാം പിറന്നാളാണ്. പതിവ് പോലെ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണത്തെയും പിറന്നാൾ. പ്രകൃതി ദുരന്തങ്ങൾ സംസ്ഥാനത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ പതറാതെ മുന്നിൽ നിന്ന് നയിച്ച പിണറായി വിജയന് പഴയ പാർട്ടി സെക്രട്ടറിയുടെ കാർക്കശ്യ മുഖത്തിനപ്പുറം ജനകീയ പ്രതിച്ഛായ കൂടിയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ നാളെ 9 വർഷം പൂർത്തിയാക്കുകയാണ്. ലോകമാകെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇരുളു കാണുന്ന കാലത്ത്, ഇന്ത്യയിലാകമാനം കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ അധികാര വഴിയിൽ വേച്ചു വീഴുന്ന കാലത്ത് കേരളമൊന്നൊരു തുരുത്തിൽ അതിന്റെ ചെങ്കൊടി ഇപ്പോഴും ഉയരെ പാറിപ്പറക്കുന്നു. പ്രതിബന്ധങ്ങളുടെ മലകൾ ഇളകി വരുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയെ അടിപറിയാതെ കാത്തുപോരുന്ന കരുത്തിന് ഒരു നേതൃനാമമുണ്ടെങ്കിൽ അതൊരൊറ്റ പേരാണ് പിണറായി വിജയൻ. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം, നേർവഴിക്കു നാം കൊടുത്ത പേരതാണ് മാർക്സിസം. ഒരു വ്യാഴവട്ടക്കാലമാകെ അസുരപ്രതിച്ഛായയുടെ നിഴലു വീഴ്ത്തി മുഖ്യധാരയുടെ വരയ്ക്ക് പുറത്താക്കാൻ പണിയെടുത്ത എതിരാളികളോട് ചരിത്രത്തിൽ ആദ്യത്തെ തുടർഭരണ നേട്ടം കൊണ്ട് കണക്ക് ചോദിച്ച പിണറായി വിജയൻ. ഇടിമഴ പെയ്യുമ്പോഴും അസ്ഥിവാരം ഒലിച്ചു പോകാതെ പാർട്ടിയെ കൊണ്ടു നടക്കാനുള്ള കരുത്ത് വിജയന്റെ ഭരണത്തിലും കണ്ടു കേരളം. ആ ഒറ്റയുറപ്പിലാണ് ഒരിക്കലൂടെ പിണറായി എന്ന ഇടതുമുദ്രാവാക്യത്തിന് താഴെ മറ്റൊന്നും ആലോചിക്കാതെ മലയാളി ഒപ്പുവെച്ചത്. 9 വർഷം പിന്നിടുമ്പോൾ ഒന്നാം ഭരണത്തിന്റെ തിളക്കമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ക്രൈസിസ് മാനേജർ എന്ന തൂവൽ അഴിക്കേണ്ടി വരുന്നില്ല പിണറായിക്ക്. കാശില്ലാ കയത്തിലേക്ക് തള്ളിയിട്ട് ശ്വാസം മുട്ടിക്കാൻ മോദി ഭരണകൂടം ആഞ്ഞു പരിശ്രമിക്കുമ്പോഴും വീണുപോകാതെ കേരളത്തെ കൈപിടിച്ച് മുന്നിൽ നടക്കുന്നു പിണറായി. ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭയിലുമെല്ലാം വലിയ തോൽവികൾ കണ്ടുവെങ്കിലും മൂന്നാം ഭരണം എന്ന സ്വപ്നം ഇപ്പോഴും തെളിച്ചത്തിൽ കാണാൻ അണികളെ ആത്മവിശ്വാസമുള്ളവരാക്കി നിർത്തിയിരിക്കുന്നു ക്യാപ്റ്റൻ. നമ്മളൊന്നിച്ചാൽ പുലരുന്ന ലോകത്തിലൊരുമൈ ഒരു മനം ഒരുമ മാത്രം വരൂവങ്ങു ചേരൂ അനേകം കിനാക്കൾക്ക് നിറവും നിലാവും പകർന്നു നൽകും. 2016 LDFന് ഭൂരിപക്ഷം കിട്ടി മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ തലേ ദിവസമാണ് അതുവരെ പുറത്തറിയാതിരുന്ന രഹസ്യം വിജയൻ വെളിപ്പെടുത്തിയത്. എന്ത് വകയാണെന്ന് പറയാൻ കഴിയും ആർക്കെങ്കിലും? ഇന്നാണ് എന്റെ പിറന്നാൾ. അത് രഹസ്യമായിട്ട് വെച്ചതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് 9 വർഷം പൂർത്തിയാക്കുന്നതിന്റെ തലേ ദിവസമാണ് പിണറായി വിജയന് 80 വയസ്സായിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയനല്ലാതെ പാർട്ടിക്ക് മുന്നിൽ LDFനെ നയിക്കാൻ മറ്റു മുഖങ്ങളൊന്നും തന്നെയില്ല. സൈഫ് സൈനുലാബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.